സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മെയ് മാസത്തെ പൂയം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. കാരണം പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 10ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചിരുന്ന സമയമായിരുന്നു. എന്നാൽ ഈ മാസം 1-ാം തീയതി പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാഭിഷ്ട സ്ഥാനത്തേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം വരുന്നതുകൊണ്ട് ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവാധീനം വർദ്ധിച്ചതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ 18-ാം തീയതി വരെ കർമ്മസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നു. ബുധശുക്ര യോഗമാണ്. കർമാധിപതി ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. 18-ാം തീയതിക്ക് ശേഷം ശുക്രൻ സർവാഭിഷ്ട സ്ഥാനത്തേക്ക് വരും. അപ്പോൾ ഗുരുശുക്ര യോഗം ഉണ്ടാവും. അപ്പോൾ ഗുരുഭാർഗവ സംയോഗേ ദിവ്യതാരോ മഹാധനി ധർമ്മസ്ഥിത പ്രമാണജ്ഞ വിദ്യാ ജീവിതി ജായത എന്ന് പറയുന്ന യോഗം വരും. അതായത് സ്ത്രീകൾ മുഖാന്തരം ഗുണം അനുഭവിക്കുക, അല്ലെങ്കിൽ ഭാര്യ ഗുണം അനുഭവിക്കാൻ ഇടവരിക. അതേപോലെ തന്നെ എന്ത് തൊഴിലാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ആ പഠിച്ചതിനനുസരിച്ചുള്ള തൊഴിൽ കിട്ടാനായിട്ട് യോഗം ഉണ്ടാകുക, തൊഴിൽ നല്ല ലാഭം ഉണ്ടാകുക, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതീക്ഷിക്കുന്ന അനുസരിച്ചുള്ള വരുമാനം ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള ഒരു മാസമാണ് മെയ് മാസം. അതിനോടൊപ്പം തന്നെ 2ാം ഭാവാധിപതി ലാഭസ്ഥാനത്ത് നിൽക്കുന്ന കാരണം ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭങ്ങൾ നേടാനായിട്ട് സാധിക്കുന്നൊരവസ്ഥയുണ്ട്. എന്നാൽ സഹായസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. അപ്പോൾ കേതു 3-ൽ നിന്നാൽ സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹായിക്കേണ്ട വ്യക്തികൾ, തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ളവരുടെ പെരുമാറ്റം കുറച്ച് മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് അഷ്ടമത്തിൽ ശനി സ്വക്ഷേത്ര ബലവാനാണ്. അത് കാരണം കൊണ്ട് തന്നെ ദീർഘായുർയോഗത്തെ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവും ചൊവ്വയുമാണ്. അപ്പോൾ 5ാം ഭാവാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് രാഹുവിൻ ശത്രുവിനോട് യോഗം ചെയ്തിട്ടാണ്. അപ്പോൾ അത് കാരണം പാപയോഗം വന്നത് കാരണം കൊണ്ട് ഭാഗ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് കുറവ് സംഭവിക്കുക, മുറിവ് സംഭവിക്കുക എന്ന് പറയുന്നൊരു ദോഷം കാണുന്നുണ്ട്. പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ അപ്രീതി പോലെയുള്ള കാര്യങ്ങളോ, അവർക്ക് ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടുള്ള മാനസിക ടെൻഷനോ അനുഭവത്തിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഗുണഫലം അനുഭവിക്കാനുള്ളൊരു യോഗവും ഈ മാസത്തിൽ കാണുന്നുണ്ട്. അപ്പം വളരെ നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. അത് മാത്രമല്ല മീനൻ രാശിയിൽ പോയിട്ട് കർമാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് ജലജല ധനഭോക്ത എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അതായത് കടൽ കടന്നു പോലെ വീട് വിട്ടിട്ട് അന്യദേശത്ത് പോയിട്ട് തൊഴിലെടുക്കാൻ ഇടവരിക. അപ്പോൾ വിദേശത്ത് പോകണം എന്നാഗ്രഹിക്കും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കുകയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് തടസ്സങ്ങളൊക്കെ മാറിയിട്ട് വിദേശത്ത് തൊഴിൽ കിട്ടാനുള്ളൊരു യോഗവും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുകൂലമായിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭാഗ്യത്തിനിടയ്ക്ക് മുറിവ് സംഭവിക്കുന്ന കാരണം നാഗപൂജ ചെയ്യുക, ഭാഗ്യക്കുറവ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. കാരണം 5ാം ഭാവാധിപതി 9-ൽ നിൽക്കുന്ന കാരണം മക്കളെ സംബന്ധിച്ച് വിദേശത്ത് പോകാനുള്ളൊരു യോഗം, അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ അന്യദേശത്ത് പോകാനുള്ളൊരു യോഗമൊക്കെ ഉള്ളൊരു സമയമാണ്. മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നൊരു സമയമാണ്. ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖം അനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിലും ഭാര്യയ്ക്ക് ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്ക് നല്ല ബന്ധം വന്ന് ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. അതേപോലെ തന്നെ പുത്രസംബന്ധമായിട്ടുള്ള യോഗമുള്ള സമയമാണ്. മാനസികമായിട്ടുള്ള എല്ലാ സന്തോഷവും അനുഭവിക്കാനൊക്കെ ആയിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. ഈ മാസത്തിൽ നല്ല ഇനി അങ്ങോട്ട് ദൈവാധീനമുള്ളൊരു വർഷമായത് കാരണം കൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും മാനസികമായിട്ടുള്ള സന്തോഷത്തോടുകൂടി ജീവിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. കാരണം നവംജഭൃഗനം എന്ന് പറയുന്ന യോഗം ചെയ്ത് 4ാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ 4ലേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് വീട് മോടി പിടിപ്പിക്കുക, വീട്ടിൽ സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകുക, ഇങ്ങനെയുള്ള ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വീട് വെക്കാനൊക്കെ സാധിക്കുന്ന സമയമാണ്. എന്തായാലും നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും നാഗപൂജ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാസം നല്ല ഗുണപ്രദമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.